ഹേ ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. നമ്മൾ 2 ആഴ്ചയായി ഒരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട് എൻ്റെ വീഡിയോയുടെ അടിയിൽ വരുന്ന ഒരു മോസ്റ്റ് കോമൺലി വരുന്ന ഒരു കമൻറ്റാണ് വീഡിയോയുടെ ലെങ്ത്ത് ഭയങ്കര കുറവാണ്. ഈവൻ അതൊരു 8 മിനിറ്റൊക്കെ ഉണ്ടെങ്കിലും വളരെ കുറവായിരിക്കും. കണ്ടു തുടങ്ങുന്നതിന് മുമ്പേ തീർന്നു പോകുന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. ഞാനിന്ന് വിചാരിച്ചു ഇന്ന് കുറച്ചധികം നിങ്ങളായിട്ട് കുറച്ച് ഈ അടുത്ത് സംഭവിച്ച കുറച്ച് കാര്യങ്ങളും അങ്ങനെ എൻ്റെ കുറച്ച് ലൈഫ് അപ്ഡേറ്റ്സ് ഒക്കെ പറഞ്ഞിട്ട് ഉള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന്. അപ്പോൾ ഇന്നൊരു വീക്കെൻഡ്, ഇന്നല്ല അന്നൊരു വീക്കെൻഡ് ആയിരുന്നു, ഒരു ഫ്രൈഡേ ആയിരുന്നു. ഫ്രൈഡേ മാത്രമാണ് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ സമയം കിട്ടാറുള്ളൂ. അതാണ് മെയിൻ റീസൺ നമ്മളെ വീഡിയോ ലേറ്റ് ആയി ഒക്കെ വരാൻ. പിന്നെ എനിക്ക് നല്ലൊരു മോട്ടിവേഷൻ്റെ കുറവുണ്ടായിരുന്നു. ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ വ്ളോഗ് തന്നെ എന്തെങ്കിലും വാല്യൂ ഉണ്ടോ, അല്ലെങ്കിൽ കാണുന്നവർക്ക് ഇഷ്ടമാവോ, അതോ എല്ലാവർക്കും ബോറടിച്ചോ, അങ്ങനെയൊക്കെ ഭയങ്കര നെഗറ്റീവായിരുന്നു കേട്ടോ. കുറേ 1-2 ആഴ്ചകളായിട്ട് ഞാൻ ഫുൾ നെഗറ്റീവ് എനർജിയിൽ ഇരുന്ന് പോയിക്കൊണ്ടിരുന്നത്. അതൊക്കെയാണ് ഈ വീഡിയോ വരാനൊക്കെ ഇത്രയും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകാൻ പ്ലാൻ ചെയ്തിട്ടുള്ള 5-ന് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാം, ചെറിയ ഷോപ്പിംഗ് ഹാലൊക്കെ വേണ്ടിയിട്ട് ചെയ്യണം. ഞാൻ എവിടെയെങ്കിലുമൊക്കെ ഒരു സൈറ്റ് സീയിങ്ങിനൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയത് അൽ അബ്രാജിലാണ് കേട്ടോ. ഞാൻ കുറേ നാളായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കണതും എന്നാൽ പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്ന ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ ഇത്. എല്ലാം ഇങ്ങനത്തെ ഹോട്ടൽസ് റെസ്റ്റോറൻറ്റ്സിലൊക്കെ വന്നിരുന്ന് ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് എനിക്ക് ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ വന്ന് ഭയങ്കര കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടൊന്നും വന്നിരുന്ന് കഴിക്കാൻ വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ഒരാളാണ്. എന്നാലും ഞങ്ങൾ വിചാരിച്ചു എന്തായാലും കുറേ നാളായിട്ട് പറയുന്നല്ലേ, ലാസ്റ്റ് വീക്കെൻഡിൽ ഞങ്ങൾ പോയത് റൊമാൻസിയാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ അൽ അബ്രാജ് റെസ്റ്റോറൻറ്റ് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ പോലെ റൊമാൻസിൽ പോയി. അപ്പോൾ ഈ പ്രാവശ്യം ബില്ലുവിൻ്റെ ഒരാഗ്രഹം പോലെ അൽ അബ്രാജിൽ പോകാമെന്ന് വിചാരിച്ചു. അവിടെ ചെന്നപ്പോഴാണ് ഞാൻ അവിടുത്തെ ഒരു ഫാനായി മാറി. എനിക്ക് അത്രത്തോളം, ഞങ്ങൾക്ക് എല്ലാവർക്കും കേട്ടോ അത്ര ഇഷ്ടപ്പെട്ടു ഫുഡ്. എന്താ ഇപ്പോൾ പറയുക, നമ്മൾ നോർമൽ ഞങ്ങൾ അവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ അവരെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയും പിന്നെ ചിക്കൻ ചാർക്കോളൊക്കെ ആയിരുന്നു. നമ്മൾ എപ്പോഴും പുറത്ത് പോയാൽ കഴിക്കുന്ന ഈ തലശ്ശേരി ദം ബിരിയാണി, മലബാർ സ്റ്റൈൽ ദം ബിരിയാണിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ സം ടൈം നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ഇതിനും നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. കാര്യം ഞാൻ ഭയങ്കര ബസ്മതി റൈസ് വിരോധിയാണ് കേട്ടോ. ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ കൈമ റൈസ് എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ആളാണ് ഞാൻ. നമ്മൾ ഒട്ടുമിക്ക മലയാളീസും അങ്ങനെ തന്നെയായിരിക്കും. പക്ഷേ ഈ ബസ്മതി റൈസിൽ ഉണ്ടാക്കിയ ബിരിയാണിക്ക് ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ അവിടെ ചെന്നത് കഴിച്ചപ്പോഴാട്ടോ അറിഞ്ഞ്. ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന ഈ ഒരു ദിവസം വീണ്ടും അൽ അബ്രാജിൽ പോയിട്ട് ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഞാൻ എൻ്റെ ഷോർട്ട് ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇങ്ങനെ വീക്കെൻഡ് ഡേയ്സിൽ ഇന്ന സ്ഥലത്തേക്ക് പോകണം, ഇന്നടത്തേക്ക് പോകണം, അങ്ങനെ വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാതെ നമ്മൾ ഇറങ്ങുന്നത്. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ചെന്ന് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ക്വിക്ക്ലി ഞങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കും. ഓക്കെ, നമുക്ക് അവിടെ പോകാം അല്ലെങ്കിൽ ഇവിടെ പോകാം. അങ്ങനെ ഞാനായിരുന്നു അന്നത്തെ പ്ലാൻ മേക്കർ. സോ എൻ്റെ പ്ലാൻ അനുസരിച്ചിട്ട് ഞാൻ ചൂസ് ചെയ്ത സ്ഥലമാണ് ഡ്രാഗൺ റോക്ക്. അത് ബഹ്റൈനിലുള്ള ഭയങ്കര ഒരു എന്താ പറയുക, നല്ലൊരു സൺസെറ്റ് വ്യൂ ഒക്കെ കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ്. പക്ഷേ ഈ ഒരു ചൂടത്ത് അത്ര രസമൊന്നും ഉണ്ടാവില്ല അവിടെ പോകാൻ. കാരണം നല്ല ചൂടാണ്, നല്ല ഹ്യൂമിഡിറ്റിയാണ്, നമ്മളെ പുഴുങ്ങിയെടുക്കുന്ന ഒരു ക്ലൈമറ്റാണ്. എന്തുകൊണ്ടാണെന്നൊന്നും അറിയില്ല, എൻ്റെ മൈൻഡിൽ പെട്ടെന്ന് വന്ന ഡ്രാഗൺ റോക്കാണ്. ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ പാർക്കിങ്ങിൽ. ഇവിടെ ബില്ലു നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാണ്, ബില്ലു മാലയും. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല, വീഡിയോ ഇടാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വളരെയധികം ബിസി ആയിരുന്നു ഈ ഒരു കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട്. എനിക്കൊരു ഷോർട്ട് വീഡിയോ പോലും പോസ്റ്റ് ചെയ്യാനുള്ളൊരു മെൻ്റൽ ഹെൽത്ത് ഒന്നുമില്ല. ഞാൻ എങ്ങനെയൊക്കെയോ എല്ലാ ദിവസവും ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. അങ്ങനെയൊക്കെ ഒരു മെൻ്റലി എനിക്ക് വേറെ എന്തെങ്കിലും എൻ്റെ ഫാമിലി ആയിട്ടോ വർക്കിലോ ഒരു കുഴപ്പങ്ങളും ഇല്ല. പക്ഷെ എന്നാലും ചില സമയത്ത് നമ്മൾ മനുഷ്യന്മാർ ഭയങ്കര ഒരു ഡൗൺ ആയി പോകുമല്ലോ. എനിക്ക് അങ്ങനെ വളരെ ഡൗൺ ആയി പോയ ഒരു വീക്കായിരുന്നു കഴിഞ്ഞൊരാഴ്ച. ആ സമയത്ത് ഞാൻ തന്നെ ഇങ്ങനെ ആലോചിച്ചു, എൻ്റെ വ്ളോഗിനും എൻ്റെ കണ്ടന്റിനും എന്തെങ്കിലുമൊക്കെ ഒരു വാല്യൂ ഉണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ, നിങ്ങൾ കുറേ പേർക്കൊക്കെ ഇഷ്ടമാണെങ്കിലും ആ ഇഷ്ടമുള്ളവരെ പോലും ഞാൻ മറന്നുപോയി എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് ഞാൻ വീഡിയോ ഇടാനൊക്കെ ഇത്രയും ലേറ്റ് ആയത്. അപ്പോൾ അതൊക്കെയായിരുന്നു എൻ്റെ ഈ ഒരു വീക്കിൽ. എനിക്കെന്തോ ഫിസിക്കലി ഞാൻ ഡൗൺ ആയിരുന്നു, പിന്നെ മെൻ്റലി ഒക്കെ ഡൗൺ ആയിപ്പോയി. അതാണ് ഞാൻ തീരെ ആക്റ്റീവ് അല്ലാണ്ടിരുന്നത്. അപ്പോൾ ഇനി ഞാൻ എന്തായാലും ഇങ്ങനെ ഇരിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് ഇനി വേറെ കാര്യങ്ങളൊന്നും പറയാതെ ഞാൻ ഒരു Q&A ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നാളായി ഞാൻ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി പോസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് പറ്റുന്ന പോലെ അവർ വരുന്ന സമയത്തിനുള്ളിൽ ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഇതിന് വേണ്ടിയിട്ടൊരു സെപ്പറേറ്റ് വീഡിയോ
എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇത്രയും ദിവസമായിട്ടും. അപ്പോൾ എനിക്കിപ്പോൾ ഒരു കറക്റ്റ് ഒരു സമയം എനിക്ക് കിട്ടി. എനിക്കിപ്പോൾ സംസാരിക്കാനും നല്ല മൂടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇനി സംസാരിച്ചിട്ടിരിക്കാം. ഞാനിതിൽ വായിക്കാൻ പോകുന്ന എൻ്റെ കയ്യിൽ വേറെ നോട്ട്സ് ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് ഇതിൽ സ്ക്രീൻഷോട്ട്സ് നോക്കിയിട്ടായിരിക്കും വായിക്കുന്നത്. അപ്പോൾ ഇതിലെനിക്ക് ഓരോരോ പറയുന്ന ക്വസ്റ്റ്യൻസ് തമ്മിൽ റിലേറ്റബിൾ അല്ലെങ്കിലും എനിക്ക് വായിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ആ ഒരു ഓർഡറിൽ ഞാനിങ്ങനെ ആൻസേഴ്സ് പറഞ്ഞു പോകട്ടോ. എന്നോട് കുറെ പേര് ചോദിച്ചിട്ടുള്ള ഒരേ ഒരു മോഡൽ ഓഫ് ക്വസ്റ്റ്യൻ ആണ് എന്റെ ജോബും എനിക്ക് എങ്ങനെയാണ് ഈ ജോബ് കിട്ടിയതൊക്കെ. വർക്ക് ചെയ്യുന്നത് റീനൽ ഡയാലിസിസ് ടെക്നീഷ്യൻ ആയിട്ടാണ് കേട്ടോ. നമ്മള് ബഹ്റൈനിലുള്ള അമേരിക്കൻ മിഷൻ ഹോസ്പിറ്റലിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ജോബ് എനിക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് എന്നോട് കുറെ പേര് ചോദിച്ചു. ഇതിന്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോയി ജസ്റ്റ് ഒന്ന് നോക്കുക. അതല്ലെങ്കിൽ ഞാനൊരു ചെറുതായിട്ട് പറഞ്ഞുതരാം. ബഹ്റൈനിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഫസ്റ്റ് ഞാൻ ജോബ് സെർച്ച് ചെയ്യുമ്പോൾ എനിക്ക് ജോബ് കിട്ടാനായിട്ട്. ഞാൻ കുറെ ഹോസ്പിറ്റൽസിൽ ഇവിടെ ഡയാലിസിന്റെ വേക്കൻസീസ് ഒക്കെ വളരെ കുറവാണ് കമ്പാരിറ്റീവ്ലി അതർ GCCനെ വെച്ച് നോക്കുമ്പോൾ. ഹെൽത്ത് കെയർ ഫീൽഡിൽ എല്ലാത്തിനും കൂടെ ഉണ്ട് ഞാൻ പറയുന്നത്. സോ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലായിടത്തും ഡയറക്റ്റ് CV സബ്മിറ്റ് ചെയ്യായിരുന്നു. എല്ലാവരും പറയുന്ന പോലെ ലിങ്ക്ഡിൻ, ഇൻഡീഡ് അതൊന്നും ഞാൻ നോക്കിയില്ല. ഞാൻ ഡയറക്റ്റ് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഫേസ് അവരെപ്പോഴും റെക്കഗ്നൈസ് ചെയ്യും. അപ്പോൾ എന്തെങ്കിലും ഒരു ഹിന്റ് ഉണ്ടാവും നമ്മളെ പറ്റിയിട്ട് ഒരു ഓർത്ത് നിൽക്കാനായിട്ട്. നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ഫേസ് ടു ഫേസ് നമ്മൾ പോയി CV സബ്മിറ്റ് ചെയ്യുമ്പോൾ. സോ അങ്ങനെ ഞാൻ CV സബ്മിറ്റ് ചെയ്തിട്ട് 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടൊന്നും എനിക്ക് ജോലി കിട്ടിയില്ല കേട്ടോ. ഒരു 6 months ഒക്കെ എടുത്തു. 6 or 7 months ഒക്കെ എടുത്തിട്ടോ എനിക്ക് ജോബ് കിട്ടാനായിട്ട്. സോ അങ്ങനെ ജോബ് കിട്ടിയത് ഞാൻ ഫെബ്രുവരിയിൽ എന്താണ് CV സബ്മിറ്റ് ചെയ്തത്. എനിക്ക് കിട്ടിയത് ഓഗസ്റ്റിലാണ് എൻ്റെ ഫസ്റ്റ് ഇന്റർവ്യൂ കോൾ വന്നത്. ഇന്റർവ്യൂവിന് പോയി അവിടെ ഒരു ഡയറക്റ്റ് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു ചെറിയൊരു എക്സാം പോലെ നമ്മുടെ ഹോസ്പിറ്റലിൽ കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാം ഉണ്ടായിരുന്നു. ആ എക്സാമും കഴിഞ്ഞിട്ട് എന്നെ ഒരു 2 days വോളണ്ടറി പീരീഡിന് വേണ്ടിയിട്ട് അവർ വിളിച്ചു, എൻ്റെ പ്രാക്ടിക്കൽ നോളജ് അറിയാൻ വേണ്ടിയിട്ട്. സോ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ പോയി ഞാൻ 2 days അവിടെ നിന്ന് നമ്മൾ ഓരോ ഹോസ്പിറ്റൽസിലും ഓരോ മെഷീൻസ് ആയിരിക്കും നമുക്ക്. അപ്പോൾ മീൻസ് ഡിഫറെൻറ്റ് മെഷീൻസ് ഉണ്ടാവും. അപ്പോൾ ആ മെഷീൻ നമ്മൾ എത്രത്തോളം പെട്ടെന്ന് പഠിച്ചെടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ വെച്ച് നോക്കി. വളരെ ടഫായിരുന്നു, കാരണം ഒരു ദിവസം കൊണ്ട് ഒരു മെഷീൻ പഠിച്ചെടുക്കാമെന്ന്. ബട്ട് എന്നാലും എൻ്റെ ഏറ്റവും ജീവിതത്തിൽ വെച്ചിട്ട് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഞാൻ ഈ പഠിച്ച കോഴ്സിന് എൻ്റെ ഒരു ജോബ് കിട്ടാന്നുള്ളത്. സോ അതുകൊണ്ട് ഞാൻ ആ ചാൻസ് 1% പോലും എൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് എനിക്ക് കളയാൻ പറ്റില്ലായിരുന്നു. സോ ആ 2 ദിവസം ഞാൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് അവർക്ക് എന്നെ ഇഷ്ടപ്പെട്ടിട്ട് പിന്നെയും ആഫ്റ്റർ 2 months കഴിഞ്ഞിട്ടാണ് എനിക്ക് പിന്നെ നമ്മൾ ഇന്റർവ്യൂവിൽ സക്സസ് ആയി എന്ന് പറഞ്ഞിട്ട് കോള് വന്നത്. സോ അതാണ് എൻ്റെ ഒരു ജോബ് കിട്ടിയ ഒരു വേ. അതിനുശേഷം ഞാൻ ജോബിന് കയറിയപ്പോൾ ഓൾമോസ്റ്റ് ഒരു 8 months ഒക്കെ ആവാറായിട്ടുണ്ട്. ആൻഡ് ഐ എം ഓൾസോ ഹാപ്പി വിത്ത് മൈ ജോബ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ മെഡിക്കൽ പ്രൊഫഷണൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ കുറെ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് എങ്ങനെയാണ് അവിടെ ജോബ് കിട്ടുന്നതെന്ന്. സോ ഞാൻ ചെയ്ത വഴി ഇതാണ്. വേറൊരു സൈറ്റും എനിക്കറിയില്ല. ഈവൻ നമ്മുടെ ഹോസ്പിറ്റൽസിൻ്റെ ഒക്കെ സൈറ്റ്സിൽ കയറി കഴിഞ്ഞാൽ ഇമെയിൽ ID ഒക്കെ കിട്ടും. ബട്ട് ഐ തിങ്ക് ദർ ഇസ് നോ യൂസ് ഫോർ ദാറ്റ്. നമ്മൾ ഡയറക്റ്റ് പോയി CV സബ്മിറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ഒരാൾ ചോദിച്ചിട്ടുള്ളതാണ് ഞാൻ എങ്ങനെയാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ഒക്കെ കുറച്ച് ഇൻക്രീസ് ആയി തുടങ്ങിയത്. കുറച്ചെന്ന് ഞാൻ പറയുള്ളൂ, കാരണം ഇതൊന്നും വലിയൊരു ബിഗ് യൂട്യൂബറിൻ്റെ ഒരു സബ്സ്ക്രൈബർ കൗണ്ട് ഒന്നും അല്ലല്ലോ. എൻ്റെ ചെറിയ വ്ളോഗുകൾ കാണാൻ ഇഷ്ടമുള്ളവരിലൊക്കെ എത്തിക്കുക, അത്ര തന്നെ. സോ ഞാൻ എൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്കുണ്ടായ സബ്സ്ക്രൈബേഴ്സ് 0 ആണ്. ഞാൻ ഈ 0 നിന്നാണ് ഇപ്പോൾ ഒരു 9K സബ്സ്ക്രൈബേഴ്സിൽ എത്തിയിട്ടുള്ളത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ 0 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു ചാനലൊക്കെ ഉണ്ടാക്കി നമ്മൾ അത്യാവശ്യം നല്ല റീച്ച് ആയി കഴിഞ്ഞിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് യൂട്യൂബ് ചാനൽ മോണിറ്റൈസ്ഡ് ആവില്ലേ, പെട്ടെന്ന് യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ട് കൂടില്ലേ എന്നൊക്കെ. ഒരിക്കലും ഇല്ല കേട്ടോ, ഞാൻ അതിനോട് തീർച്ചയായിട്ടും യോജിക്കുന്നില്ല. ഇപ്പം നിങ്ങൾ ഒരു ചാനൽ എടുത്തു നോക്കിയാൽ തന്നെ അറിയാം, ഞാൻ എല്ലാവരെ പറ്റിയല്ല പറയുന്നത്. ബട്ട് മോസ്റ്റ്ലി ഇൻസ്റ്റഗ്രാം വ്യൂവേഴ്സ് തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വന്ന് കാണുന്ന നിർബന്ധമില്ല. ഇൻസ്റ്റഗ്രാം കൂടുതൽ ഇഷ്ടമുള്ളവരുണ്ട്, അവർ യൂട്യൂബിലേക്ക് വന്ന് നോക്കുന്നില്ല. അത്രത്തോളം നമ്മൾ ഇഷ്ടപ്പെടുന്നവർ മാത്രമാണ് നമ്മുടെ വ്ളോഗ് കാണാനൊക്കെ വരുള്ളൂ. ഞാൻ ഈ ഒരു ഐഡിയ വെച്ചിട്ടൊന്നും അല്ലെങ്കിൽ പോലും കുറേ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്നു. 2 യൂട്യൂബ് ചാനലുണ്ടായി. ഞാനതൊക്കെ ഫെയിലായി കഴിഞ്ഞിട്ട് പിന്നെ ഇൻസ്റ്റഗ്രാമിൽ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടൊക്കെ ചുമ്മാ വീഡിയോസ് ഒക്കെ ഇട്ട് തുടങ്ങിയപ്പോൾ കുറച്ച് ലൈക്സ് ഒക്കെ വന്നു തുടങ്ങി. കുറേ പേർക്കൊക്കെ ഇഷ്ടമായി തുടങ്ങി. കുറേ പേര് പറയുന്ന വീഡിയോസ് എസ്തറ്റിക് വീഡിയോസ് ആണെന്ന് ഞാൻ പോലും അറിയാതെ അങ്ങനെയൊക്കെ ആൾക്കാർ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഇൻസ്റ്റാഗ്രാം കുറച്ചും കൂടെ ഒന്ന് ഫോക്കസ് ആക്കാൻ തുടങ്ങി. അതിനുശേഷം അറ്റ് 1 point ഞാൻ ചിന്തിച്ചു, ഓക്കെ ഇനി ഇറ്റ്സ് എ ടൈം ടു സ്റ്റാർട്ട് എ യൂട്യൂബ്. അങ്ങനെ ഞാൻ ചിന്തിച്ചു. പക്ഷെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലുള്ള ഈ 24.8K ആൾക്കാർ എൻ്റെ യൂട്യൂബിൽ എനിക്കില്ല. ഉണ്ടെങ്കിൽ ഞാൻ എന്നേ രക്ഷപ്പെട്ടു പോയേനെ. ഇല്ല, നമുക്ക് അത്ര പേരൊന്നും വരില്ല. ഇപ്പം ഇൻ കേസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലിങ്ക് വേണമെന്ന് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഇട്ടാൽ പോലും നമ്മൾ അത്ര പേര് വന്ന് കാണണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല. സോ അതുകൊണ്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ ഷോർട്ട് ഇട്ടും ലോങ് ഇട്ടും ഇട്ടിട്ട് 1, 2, 3 അങ്ങനെ പോയാണ്
ഈ ഒരു ഇതെത്തിയത്. അല്ലാതെ ഒരു ഈസി ട്രിക്കോ അല്ലെങ്കിൽ ഒറ്റയടിക്ക് എപ്പോഴും പറയാറുണ്ട് എൻ്റെ ഒരു വീഡിയോ പോലും വൈറലായിട്ടില്ല. ആ ഒരു വൈറൽ വീഡിയോ കൊണ്ട് എനിക്ക് കിട്ടിയ ഒരു റീച്ചാണിതെന്ന് എനിക്ക് പറയാൻ പറ്റാതെ. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പറയും, കാരണം എൻ്റെ ഒരു വീഡിയോ 1 മില്യൺ ആയപ്പോഴാണ് എനിക്കൊരു 10K സബ്സ്ക്രൈബേഴ്സിന് അടുത്ത് വന്നത്. പക്ഷേ യൂട്യൂബിൽ എനിക്ക് ആ ഒരു ലക്ക് ഉണ്ടായിട്ടേ ഇല്ല. യൂട്യൂബ് എൻ്റെ കംപ്ലീറ്റ് ഹാർഡ് വർക്കാണ്. ദിസ് ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എങ്ങനെയാണ് രണ്ടുപേരും വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ചിരിക്കും. ഞങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് വളരെ പോഷ് ലൈഫ് സ്റ്റൈലും അല്ല, എന്നാൽ നമ്മൾ തീരെ അടിച്ചു പൊളിക്കാതെ ഇങ്ങനെ സേവിങ്സ് വെച്ചിട്ടുള്ള ലൈഫ് സ്റ്റൈൽ അല്ല. ടു ബി വെരി ഫ്രാങ്ക്, ഞങ്ങൾ അത്യാവശ്യം നന്നായിട്ട് അടിച്ചു പൊളിച്ച് നമ്മൾ ഫ്യൂച്ചറിലേക്ക് വേണ്ടി മാത്രം സേവ് ചെയ്യുന്ന ഒരു ടൈപ്പ് ആൾക്കാരല്ല ഞങ്ങൾ രണ്ടുപേരും. സോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ലൈഫ് മാക്സിമം മറ്റാരുടെയും ഒപ്പീനിയൻസ് എടുക്കാതെ നമ്മുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് പറ്റുന്ന പോലെ നമ്മൾ ക്യാഷ് ചിലവാക്കുന്നുണ്ട്, ഫുഡ് പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഇൻ കേസ് കുക്ക് ചെയ്തില്ലെങ്കിലും വലിയ അടുത്ത് പറയില്ല, നീ എന്തുകൊണ്ട് കുക്ക് ചെയ്തില്ല, നമുക്ക് ഫിനാൻഷ്യലി എന്തിനാണ് നമ്മൾ ഇത്ര ചിലവാക്കി പുറത്തുനിന്ന് കഴിക്കുന്നത്, അങ്ങനെ തീരെ ഞാനാണ് കുറച്ചും കൂടെ അങ്ങനെയുള്ളത്. ബില്ലു തീരെ അങ്ങനെയല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു സേവിങ്സ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിലേക്ക് ഞാനും ഇതുവരെ എത്തിയിട്ടില്ല. ബട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് എൻ്റെ മൈൻഡിലുണ്ട് എന്തെങ്കിലും നാളത്തേക്ക് വേണ്ടി സേവ് ചെയ്യണം. അപ്പോൾ നമുക്ക് കുറച്ച് സംസാരമൊക്കെ ഇവിടെ നിർത്തിയിട്ട് ഇനി ബാക്കി ഇന്നത്തെ വ്ളോഗ് നമുക്ക് കണ്ടു തീർക്കണ്ടേ. അപ്പോൾ Q&A നമുക്കിനി അടുത്ത വ്ളോഗിൽ ചെയ്യാം കേട്ടോ. കുറേ ക്വസ്റ്റ്യൻസ് ഒന്നും കവർ ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ പറ്റുന്ന പോലെയൊക്കെ ആ സമയം കൊണ്ട് ഞാൻ പറഞ്ഞു തീർത്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഡ്രാഗൺ റോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേസാണ്. ഇത് കുറച്ച് ബെഹ്റൈനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചധികം ദൂരമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ആ കത്തിക്കരിയുന്നത് വേസ്റ്റ് പെട്രോളാണെന്നാണ് വില്ലു പറഞ്ഞത്. ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ പെട്രോളിയം ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം. സോ അങ്ങനെ വലിയ ആളും അനക്കമൊന്നും ഇല്ലാത്ത വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സിറ്റി ഒന്നും അല്ല, അങ്ങനത്തെ ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ അവിടെ വണ്ടി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചൊന്ന് നടന്നു പോകണം. ഈ ചൂടത്ത് ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും തിരിച്ചു വരുമ്പോൾ ആകെ എക്സോസ്റ്റഡ് ആയിട്ടായിരിക്കും വരുന്നതെന്ന്. പക്ഷെ അങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ. അതിൻ്റെ ഒരു ടോപ്പിലായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നടക്കാനൊക്കെ ഒരു ഉഷാറുണ്ടായിരുന്നു. കുറേ നാളായിരുന്നു ഒരു സൺസെറ്റ് കണ്ടിട്ട് കേട്ടോ. പക്ഷേ അവിടെ സൺസെറ്റ് കാണാൻ നിൽക്കുന്ന അത്രയും നമുക്ക് കുഞ്ഞിനെ കൊണ്ടൊന്നും അത്ര ടൈമൊന്നും അവിടെ നിൽക്കാൻ പറ്റില്ല. കാരണം നമുക്കൊരു ഇരിക്കാനോ അങ്ങനെയൊന്നും സ്ഥലങ്ങളൊന്നുമില്ലല്ലോ. പിന്നെ കുറച്ച് നമ്മൾ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ തട്ടിത്തടഞ്ഞ് വീഴുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു അവിടെ നിന്ന് നമുക്ക് വിടാം, അതിനുശേഷം എവിടെയെങ്കിലും പോയിട്ട് സൺസെറ്റ് കാണാമെന്ന്. ഞങ്ങൾ പോകാൻ വേണ്ടി ഉദ്ദേശിച്ച് സല്ലാക്ക് ബീച്ചിലാണ് കേട്ടോ. 6:14 കേട്ടോ സൺസെറ്റിൻ്റെ ടൈം. ഞങ്ങളൊരു 5:45 ഒക്കെ ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. സൺസെറ്റ് ഇപ്പം കാണാൻ പറ്റും, നമ്മൾ കറക്റ്റ് ടൈമിൽ എത്തും എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ടെങ്കിലും നമുക്ക് കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത് പോകുന്നതൊന്നും നമുക്ക് നടക്കാറില്ലല്ലോ. അങ്ങനെ പോയി അവസാനം ബഹ്റൈൻ ബീച്ച് പോയി എത്തി കേട്ടോ. കുറേ പേരായിട്ട് ഇങ്ങനെ അഡ്വർടൈസ്മെൻറ്റിലും പ്രൊമോഷൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഇതുവരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അന്നത്തെ ഒരു ബ്യൂട്ടിഫുൾ ഡേ എൻഡ് ചെയ്യാൻ പറ്റിയ ഒരു കറക്റ്റ് സ്പോട്ട് തന്നെയായിരുന്നു കേട്ടോ അത്. നമ്മുടെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ ചില്ല് ചെയ്യാൻ വരുന്നവർക്ക് പറ്റിയ ഒരു സ്പോട്ട്. അവിടെ തന്നെ റിസോർട്ട്സ് ഒക്കെ ഉണ്ട്. റിസോർട്ട്സ് ഒന്നും ഇല്ലാത്തവർക്ക് ബീച്ച് എൻട്രിയും ഉണ്ട് കേട്ടോ. അവിടെ തന്നെ കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കുട്ടികൾക്കൊക്കെ ഡ്രസ്സൊക്കെ വേണമെങ്കിൽ വാങ്ങിക്കാനും ടോയ്സ് വാങ്ങിക്കാനും ഒക്കെ ഉണ്ട്. ദിവസം ഹാല വളരെയധികം എൻജോയ് ചെയ്തിട്ടുണ്ട്. അവൾക്ക് നമ്മൾ ടോയ്സ് ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് അവളുടേതായ ഒരു സ്പേസ് അവൾക്ക് അവിടെ കിട്ടി. സോ അതൊക്കെ തന്നെയായിരുന്നു അന്നത്തെ ഒരു വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.